രാഹുൽ ഗാന്ധി വിരിച്ച വരയില് സുരേഷ് ഗോപി അങ്ങ് എടുത്ത തൃശ്ശൂരും പെടുമെന്ന് ആരും നനച്ചില്ല. ഒരു വല്ലാത്ത പടരായിപ്പോയി. ഇപ്പൊ സുരേഷ് ഗോപിക്ക് ഇരിക്കപ്പുറതി ഇല്ലാതെ വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നങ്ങൾക്കൊപ്പം ഏതാണ്ട് അതേപോലെ പ്രാധാന്യത്തിലാണ് തൃശ്ശൂരിലെ ഈ വോട്ട് ചേർക്കലും വോട്ട് കൊള്ളയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ചാനലുകളിൽ സദാ വാർത്ത വരുന്നു, അന്തിച്ചർച്ചയ്ക്ക് വിഷയമാകുന്നു. ദിനപത്രങ്ങള് അത് വലിയ പ്രാധാന്യത്തോടുകൂടി ഓരോ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച്, ഫ്ളാറ്റ് സമുച്ചയങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തതിന്റെ കഥകള് വിവരിക്കുന്നു. വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. രാഹുൽ ഗാന്ധി നമ്മുടെ സുരേഷ് ഗോപി അണ്ണനോട് ഇത് ചെയ്യുമെന്നാരും കരുതിയതല്ല. ലൂർദ് മാതാവിന് കിരീടം കൊടുത്ത് കുറച്ച് നസ്രാണി വോട്ട് നേടി. അതുപോലെ തന്നെ പൂരം കലക്കിയ വകയിൽ കുറെ വോട്ട് കിട്ടി. അങ്ങനെയാണ് സുരേഷ് ഗോപി അണ്ണൻ ജയിച്ചതെന്നാണ് ഇതുവരെ പലരും കരുതിയിരുന്നത്. പക്ഷെ അത് മാത്രമായിരുന്നില്ല കാര്യം. അങ്ങനെ മാത്രമല്ല ജയിച്ചത് എന്നാണ് LDFും UDFും ഒരുപോലെ പറയുന്നത്. അന്യായമായ രീതിയിൽ അല്ലെങ്കിൽ വ്യാജമായ വഴികളിലൂടെ അന്യനാട്ടുകാരുടെ വോട്ട് തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ ചേർത്ത് തൃശ്ശൂരിലെ വോട്ടർമാരാക്കി മാറ്റി, അങ്ങനെയും കൂടെയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നാണ് ഈ മുന്നണികൾ രണ്ടു കൂട്ടരും പറയുന്നത്. ഇക്കാര്യത്തിൽ അവർ ഒറ്റക്കെട്ട കേട്ടോ. LDF എന്നോ UDF എന്നോ വ്യത്യാസമില്ല. പരാതി കൊടുക്കുന്ന കാര്യത്തിലും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിലും അവർ രണ്ടുപേരും ഒരേ സൈഡാ. നാണം കെട്ടും വോട്ട് നേടിക്കൊണ്ടാൽ നാണക്കേട് ആ വോട്ട് മാറ്റിക്കൊള്ളുമെന്നുള്ള ഒരു സ്റ്റൈലായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു യുദ്ധമുറയാണ് ഈ 2024 തെരഞ്ഞെടുപ്പിൽ BJP സ്വീകരിച്ചത്. എന്തായാലും തൃശ്ശൂര് ഗോപി അണ്ണൻ ജയിക്കുമെന്ന് BJPയും RSSും കട്ടായം പറഞ്ഞപ്പോഴേ ഇത്രയ്ക്ക് പോകുമെന്ന് കരുതിയതല്ല. പക്ഷേ ഇപ്പൊ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകൾ, അതിന് മറുപടി പറയാൻ സുരേഷ് ഗോപി ഇല്ല, BJPക്കാർക്ക് സാധിക്കുന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ശിവൻകുട്ടിയേട്ടൻ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി രാജിവെക്കണമെന്നും അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ്. ശിവൻകുട്ടിയേട്ടൻ പറഞ്ഞതുകൊണ്ട് മിക്കവാറും അത് വേണ്ടി വരുമെന്നാണ് ഈ വീട്ടിലിരുന്ന് ഒരു ഭൂതക്കണ്ണാടിയിലൂടെ രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പറയുന്ന കൂട്ടര് ഇപ്പൊ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരുവനന്തപുരത്ത് സ്ഥിര താമസക്കാരായിരുന്ന സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ 11 അംഗങ്ങൾ, സുരേഷ് ഗോപി അടക്കം, തൃശ്ശൂരില് അവർ വാടകയ്ക്കെടുത്ത ഒരു വീട്ടില് വോട്ടർമാരായിട്ട് പേര് ചേർത്തു എന്നാണ് എതിരാളികൾ ആക്ഷേപിക്കുന്നത്. മുക്കാട്ടുകരയിലെ 115 ബൂത്തിന് കീഴില് ഭരത് ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ഒരു വീടിന്റെ മേൽവിലാസത്തിൽ 11 പേരെ അങ്ങ് ചേർത്തു. സുരേഷ് ഗോപിയുടെ കുടുംബം, സുരേഷ് ഗോപിയുടെ അനിയൻ സുഭാഷ് ഗോപിയുടെ കുടുംബം. ചേട്ടായി മത്സരിക്കുമ്പോൾ നമ്മളൊക്കെ വന്ന് ഈ പ്രചാരണത്തിന് പങ്കുകൊള്ളണ്ടായോ? വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യണ്ടായോ? അപ്പൊ ഇവിടെ സ്ഥിരതാമസമാണെന്നൊരു സത്യവാങ്മൂലം കൊടുത്തേക്കാം. അങ്ങനെ ഇവിടെ അണ്ണന് വോട്ട് ചെയ്യത്തക്ക രീതിയിൽ ഇവിടെ അങ്ങ് ആയേക്കാമെന്ന് അവരൊക്കെ വിചാരിച്ചു. ഇതിലെന്താ ഇത്ര തെറ്റുള്ളത്? ചേട്ടായിയെ ജയിപ്പിക്കാനുള്ളത് കുടുംബത്തിലുള്ളവരുടെ ഒരു ആവശ്യമല്ലയോ? അവരുടെ ഉത്തരവാദിത്തമല്ലയോ? അവരത് ചെയ്തു എന്നതിനപ്പുറത്ത് എന്താണുള്ളത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ചേട്ടായി ജയിച്ചു. പിന്നീട് എന്താ വേണ്ടത്? നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ എടുക്കണ്ടായോ? അവിടെ ജയിക്കണ്ടായോ? അതുകൊണ്ട് അവിടെ വോട്ട് ചെയ്ത 5 പേര് വീണ്ടും തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലം വാർഡിലേക്ക് തിരികെ വോട്ട് കൊണ്ടുവന്നു. ഇതിനിടയ്ക്ക് കേട്ട ഒരു കഥ, അനിയൻ സുഭാഷ് ഗോപിക്ക് കൊല്ലത്ത് ഇരവിപുരം മണ്ഡലത്തിൽ വോട്ടുണ്ടെന്നു, ഇരട്ട വോട്ടുണ്ടെന്നു. ഇതൊക്കെ ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്, എല്ലാവരും അത് വിശ്വസിക്കുന്നുമുണ്ട്. ശരിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ബന്ധക്കാര് മാത്രമല്ല കേട്ടോ, ഡ്രൈവറും തൃശ്ശൂരിലങ്ങ് വോട്ട് ചേർത്തു. സാർ ഇവിടെ മത്സരിക്കുമ്പം നമുക്ക് തിരുവനന്തപുരത്ത് പോയി വോട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഇവിടെ വോട്ട് ചെയ്യണ്ടായോ? അദ്ദേഹവും ചേർത്തു. പിന്നെ പാലാക്കാരനൊരു വലിയ ചങ്ങാതി, വലിയ അടുപ്പക്കാരനാണെന്നാണ് പറയുന്നത്. സന്തത സഹചാരി എന്നാണ് ആളുകള് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. അദ്ദേഹവും കുടുംബവും തൃശ്ശൂരിലങ്ങ് വോട്ട് ചേർത്തു. പാലായിലും ഉണ്ട്, തൃശ്ശൂരിലും പാലായിലും ഈ കുടുംബത്തിന് വോട്ട്. എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാല് സുരേഷ് ഗോപി ശകലം കെണിഞ്ഞു എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. അതൊരു വല്ലാത്ത കെണിയായി പോവുകയും ചെയ്തു. അടുത്ത ദിവസങ്ങളായിട്ട് പല കാരണങ്ങളാല് നമ്മുടെ സുരേഷ് ഗോപി ഒരു മൗനി ബാബ ചമഞ്ഞിരിക്കുക. അല്ലെങ്കിൽ കൂടുതൽ വർത്തമാനം പറയാൻ അദ്ദേഹത്തെ കിട്ടുന്നില്ല. മിണ്ടാട്ടം മുട്ടിയൊന്നും പറയുന്നില്ല, പക്ഷേ മൗനവ്രതത്തിലാ. അത് ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടൊരു സിനിമ സുരേഷ് ഗോപി അഭിനയിച്ചതാ. നല്ല സിനിമയാണെന്നാ പറയുന്നത് കേട്ടോ. കണ്ടിട്ടില്ല, OTTയിൽ വരുമ്പം കാണാമെന്ന് വിചാരിച്ചിരിക്കുക. ആ സിനിമയിൽ അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സിനിമ പുറത്തു വരുന്നതിന് മുമ്പ് ഇതിന്റെ ടൈറ്റിൽ വലിയ വിവാദ വിഷയമായി. ജാനകി എന്ന് പറഞ്ഞാൽ നമ്മുടെ സീതാദേവിയുടെ ഒരു പര്യായമാണ്. സീതാദേവിയുടെ പേര് സിനിമയ്ക്ക് ഇടുകയോ? എന്തൊരു കഷ്ടമാണിത്.
എന്ത് ദൈവനിഷേധമാണിത്? സംഘപരിവാരം എല്ലാം കൂടെ കളയുക കേട്ടോ. ഈ പട്ടാളം ജാനി എന്നൊക്കെ പറഞ്ഞ് പണ്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ അതൊക്കെ ഇപ്പൊ പറ്റുമോ? പണ്ടെങ്ങനെ സിനിമ ഇറങ്ങിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പം സീതാദേവിയുടെ പേരിൽ സിനിമ ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് വലിയ കേസായി ബുക്കാറായി. എന്തേലും പറയാൻ പറ്റുമോ നമ്മുടെ സുരേഷ് ഗോപി അണ്ണന്? അദ്ദേഹം അഭിനയിക്കും സിനിമയാ, അദ്ദേഹമാണ് പ്രധാന നടൻ, കേന്ദ്ര കഥാപാത്രം. പക്ഷെ ഒരു അക്ഷരം മിണ്ടാൻ പറ്റിയില്ല. അപ്പുറത്ത് ഇതിനെ എതിർത്തോട് നിൽക്കുന്ന ആരാ? സംഘപരിവാരമാ, നമ്മുടെ ആൾക്കാരാ. അപ്പൊ എന്തു ചെയ്യും? കോടിക്കണക്കിന് രൂപ മുടക്കി സിനിമ എടുത്തൊരു പ്രൊഡ്യൂസർ, ആ മനുഷ്യന് അനുകൂലമായിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്ന രീതിയിൽ ഒരു വാക്ക് പറയാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. അതിനുശേഷമാണ് ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടായത്. ഇതാരെങ്കിലും വിചാരിച്ചതാണോ? ഇങ്ങനെ ഒരു പുക്കാറുണ്ടാവുന്ന ആര് കരുതി? പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? ഈ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമല്ലയോ? അവിടെ ഈ കന്യാസ്ത്രീകളെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തിയതും അധിക്ഷേപിച്ചതും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരെ തല്ലിയതും പിന്നീട് അവരെ പോലീസ് ഏൽപ്പിച്ചു കൊടുത്തതൊക്കെ ആരാ? ബജ്രംഗ് ദൾ. ബജ്രംഗ് ദൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് നമ്മുടെ സംഘപരിവാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ അല്ലയോ? ഒരു പോഷക സംഘടനയല്ലയോ? അവര് ചെയ്ത ഒരു കാര്യം അതിനെ നമുക്ക് വിമർശിക്കാൻ പറ്റുമോ? തൃശ്ശൂരിൽ നിന്ന് 4 നസ്രാണികളുടെ വോട്ട് കിട്ടിയതൊക്കെ പറഞ്ഞ് ശരിയാക്കട്ടോ. ചില മെത്രന്മാരൊക്കെ അതിന് സഹായിക്കുകയും ചെയ്തു, അതൊന്നും മറക്കുന്നില്ല. പക്ഷെ എന്നും വെച്ച് അവരുടെ കന്യാസ്ത്രീകളെ നമ്മുടെ സംസ്ഥാനത്ത് ഛത്തീസ്ഗഡില് നമ്മുടെ പിള്ളേരെ തടഞ്ഞു വെച്ച് പോലീസ് ഏൽപ്പിച്ചാൽ അതിനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ നമ്മളെ കിട്ടുന്നില്ല. അപ്പൊ ഈ വോട്ട് ചെയ്തവരാണോ ഇല്ലയോ എന്നറിയത്തില്ല. ചില മെത്രന്മാരൊക്കെ സുരേഷ് ഗോപിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് ചില മെത്രന്മാർ ഇപ്പൊ പറയുവാ, നെഞ്ചത്തടിച്ച് കരയുവാ. സുരേഷ് ഗോപി അണ്ണനെ കാണാനില്ല. KSUക്കാർ പിള്ളേർ എന്ത് ചെയ്തു? സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിന് പരാതിയും കൊടുത്തു. ഈ ഛത്തീസ്ഗഡ് ഒരു വല്ലാത്ത പ്രശ്നമായിപ്പോയി. പക്ഷെ രാഷ്ട്രീയമായിട്ട് ആ അടവ് പ്രയോജനം ചെയ്തു എന്നാണ് തോന്നുന്നത്. കാരണം ഈ ഛത്തീസ്ഗഡ് പ്രശ്നത്തിൽ ഇടപെട്ട, ഒരാവശ്യവുമില്ലാതെ ഇടപെട്ട, ഇത് BJPയുടെ ആംഗിളിൽ നോക്കുമ്പോഴേ ഒരാവശ്യവുമില്ലാതെ ഇടപെട്ട രാജീവ് ചന്ദ്രശേഖരും കൂട്ടരും അവസാനം സംഘപരിവാരത്തിന്റെ തെറിയഭിഷേകം കൊണ്ട് വരഞ്ഞിരിക്കുക. ഇനി ഗംഗാജലം കൊണ്ടുവന്ന് തളിച്ചാലും കുളിച്ചാലും ആ ദുർഗന്ധം മാറില്ല എന്നുള്ള സ്ഥിതി നിൽക്കുക. നിങ്ങൾ എന്തിനാണ് ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീയുടെ കാര്യത്തിൽ ഇടപെട്ടത്? നിങ്ങൾക്ക് അവിടെ എന്താ കാര്യം? സംഘപരിവാരം ഓരോന്നോരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. VHP, ബജ്രംഗ് ദൾ, RSS ഇവരൊക്കെ നമ്മൾ രാജീവ് ചന്ദ്രശേഖരനെ പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുക. അതിൽ നിന്ന് ഊരി രക്ഷപ്പെട്ടു എന്നുള്ളത് സുരേഷ് ഗോപിയുടെ മെയ്വഴക്കം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇപ്പൊ സംസാരം വളരെ കുറവാ. നേരത്തെ എന്ത് വോക്കലായിരുന്നു, എത്ര ശബ്ദമുയർത്തിയാ സംസാരിച്ചിരുന്നത്. ഭരത്ചന്ദ്രൻ IASന്റെ ഡയലോഗ് ഡെലിവറി പോലായിരുന്നില്ലയോ? പത്രക്കാരെ കാണുന്ന ഉടനെ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ, പത്രക്കാരെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ. ഇപ്പോഴൊന്നുമില്ല. പത്രക്കാരെ വേണ്ട പോലെ കാണുന്നേ ഇല്ല, അടുക്കുന്നേ ഇല്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ ആഫീസിൽ മാതൃഭൂമി ടെലിവിഷനിൽ നിന്നുള്ള പയ്യൻ റിപ്പോർട്ടറാ, അവനവിടെ ചെന്ന് നിന്നു, ഒത്തിരി നേരം കാത്തു നിന്നു. അപ്പൊ ആരോ ഒന്ന് ചോദിച്ചു, ആരാ എന്താ? അപ്പം വിവരങ്ങളൊക്കെ പറഞ്ഞു, പേര് പറഞ്ഞു, ചാനലിന്റെ പേര് പറഞ്ഞു. അപ്പം സുരേഷ് ഗോപി അകത്തൊരു മീറ്റിംഗിലായിരുന്നു. അടുത്ത കാലത്ത് മീറ്റിങ്ങുകൾ അല്പം കൂടുതലാ. സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ അതൊരു ചിത്രവും കിടും. ഓഫീസിൽ വളരെ അടിയന്തരമായ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ ചിത്രം എന്ന് പറഞ്ഞിട്ട്. രക്ഷപ്പെട്ടല്ലോ. കാരണം ജോലി തിരക്കാന്നേ, കൃത്യാന്തര ബാഹുല്യം. അതുകൊണ്ടാണ് ഇപ്പോ നിങ്ങൾക്ക് സുരേഷ് ഗോപിയെ കാണാൻ പറ്റാത്തതെന്ന് പറയാമല്ലോ. അതുകൊണ്ട് അന്നും മീറ്റിംഗ് ആയിരുന്നു. നമ്മുടെ ഈ റിപ്പോർട്ടർ ചെന്നപ്പോഴും മീറ്റിംഗ് ആയിരുന്നു. ആ പയ്യൻസ് അവിടെ കാത്തു നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആരോ ഒന്ന് പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇത് മന്ത്രിയുടെ ഓഫീസാ, ഇവിടെ അങ്ങനെ നിങ്ങൾക്കൊന്നും കയറി ഇറക്കാൻ പറ്റിയ സ്ഥലമല്ലെന്ന്, താഴെ പോയി നിന്നോളാൻ പറഞ്ഞു. ഉടനെ പയ്യൻസ് താഴെ പോയി അവിടെ നിന്നു. അപ്പോഴത്തേക്ക് സുരേഷ് ഗോപി താഴേക്ക് വന്നു. പോണവല്ലോ, പുറത്തേക്ക് പോകാൻ വരിക. ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്ന് തുരിതുരാ ചോദ്യങ്ങൾ ചോദിച്ചു. 7 questions, നോ ആൻസർ. ഒന്നിനും മറുപടിയില്ല. അവസാനം കാറെ കയറി പോവുകയും ചെയ്തു. അപ്പൊ ഈ പയ്യൻസ് എന്ത് ചെയ്തു? മാതൃഭൂമി പത്രത്തിൽ ഈ അനുഭവം എഴുതി. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുക, ഈ വോട്ടിങ്ങിനെ ചേർത്തത്, വ്യാജമായി ചേർത്തത് തെറ്റാണെന്നെങ്കിലും സുരേഷ് ഗോപി പറയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചെന്ന്. ചേട്ടാ, എന്തൊരു മണ്ടത്തരമായി പറയുന്നത്. ചെയ്ത തെറ്റാരെങ്കിലും സമ്മതിക്കുമോ? തെറ്റാണെന്നെങ്കിലും പറയുമെന്ന് വിചാരിച്ചെന്ന്. അത് തന്നെയാണ് നമ്മുടെ ശകുൻ റാണിയുടെയും കാര്യം. അവര് 2 വോട്ട് ചെയ്തു എന്നുള്ളത് അവർ സമ്മതിക്കുമോ? തെറ്റല്ലയോ, കുറ്റമല്ലയോ? തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചുള്ള തെറ്റല്ലേ? ജയിലിൽ പോകാവുന്ന കേസല്ലേ? അപ്പൊ ആരെങ്കിലും സമ്മതിക്കുമോ? അതുകൊണ്ട് ഇവ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മുഖം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ തന്ത്രം. എന്തായാലും ഒരു കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് ആശ്വസിക്കാം.
ഈ ബീഹാറിലൊക്കെ ചെയ്ത പോലെ 124 വയസ്സുള്ള ഒരു മിൻഡാദേവി, അവരെ വോട്ടർ പട്ടികയിൽ ചേർത്തില്ലല്ലോ. സിവാൻ എന്ന് പറയുന്ന ഒരു ജില്ലയില, അവിടുത്തെ വോട്ടർ പട്ടികയിൽ ഒരു വോട്ടറാണ് മിൻഡാദേവി, 124 വയസ്സ്. ഇന്നലെ പാർലമെന്റിന്റെ മുമ്പിൽ കോൺഗ്രസിലെയും ഇന്ത്യ സഖ്യത്തിലെയും എംപിമാര് ഒരു വെള്ള ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനത്തിന് ഇറങ്ങിയത്. അതില് മിൻഡാദേവി എന്ന് എഴുതിയിരുന്നു. അതുപോലെ തന്നെ 124 നോട്ട് ഔട്ട് എന്നും. ഈ കോൺഗ്രസുകാരെ കൊണ്ട്, ഈ ഇന്ത്യ സഖ്യക്കാരെ കൊണ്ട് തോറ്റു കേട്ടോ, വലഞ്ഞു. കാരണം ഇവന്മാര് ഇലക്ഷൻ കമ്മീഷനെ നാറ്റിച്ച് നാശമാക്കിയിട്ടേ അടങ്ങൂ എന്നാണ് തോന്നുന്നത്. ഇന്നലെതാ യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന ഒരാള് ഈ തെരഞ്ഞെടുപ്പ് പ്രവചനമൊക്കെ നടത്തുന്ന ഒരാളാ, അക്കാര്യത്തിൽ ഒരു മിടുക്കനാ. അദ്ദേഹം ഇന്നലെ ബീഹാറിൽ നിന്നുള്ള 3 വോട്ടർമാരെയും കൊണ്ട് സുപ്രീം കോടതി വന്നിരിക്കുന്നു. എന്തുവാ കാര്യം? ഇവര് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അവരെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിരിക്കുക. അത് സുപ്രീം കോടതിയെ നേരിട്ട് ധരിപ്പിക്കാൻ യോഗേന്ദ്ര യാദവ് വന്നിരിക്കുക. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ അത് ഇഷ്ടപ്പെടുമോ? മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് പറഞ്ഞു, യോഗേന്ദ്ര യാദവിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ നാടകം കളിക്കുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നല്ലോ, ഞങ്ങൾ ഈ മരിച്ചവരെ അങ്ങ് ജീവിപ്പിക്കുമായിരുന്നല്ലോ എന്ന മട്ടിൽ. അപ്പൊ സുപ്രീം കോടതി ഇടപെട്ടു. സുപ്രീം കോടതി പറഞ്ഞു, അത്രയ്ക്കൊന്നും വേണ്ട, യോഗേന്ദ്ര യാദവ് വസ്തുതാപരമായിട്ടൊരു കാര്യം ചെയ്തതേ ഉള്ളൂ. അത് മാത്രമല്ല, സാധാരണക്കാരായ 3 പേര് അവരുടെ പ്രശ്നവുമായിട്ട് സുപ്രീം കോടതിയിൽ വന്നു എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണെന്ന്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷന്റെ വായങ്ങ് അടഞ്ഞു. അല്ല സാറന്മാരെ, ആരാ നാടകം കളിക്കുന്നത്? യോഗേന്ദ്ര യാദവാണോ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയാണോ? കോൺഗ്രസ് ആണോ? ഇന്ത്യ സഖ്യമാണോ? നിങ്ങളല്ലേ ഈ നാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആർക്കു വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്നിട്ട് തെറ്റുകൾ തിരുത്താനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരെ പരിഹസിക്കുക, നാടകം കളിക്കുകയാണെന്ന് അല്ലേ? ഇതല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽക്കാരായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.